സ്തോത്രം. ക്നാനായ സുറിയാനി സഭയുടെ മെത്രാപ്പൊലിത്ത ആർച്ച് ബിഷപ്പ് സേവറിയോസ് വലിയ മെത്രാപ്പൊലിത്ത തിരുമേനി, സ്നേഹം നിറഞ്ഞ തോമസ് സാമുവൽ തിരുമേനി, ഹിസ് ഗ്രേസ് ആർച്ച് ബിഷപ്പ് കോളിൻ ജോൺസൺ, ഹിസ് എക്സലൻസി ഫിലിപ്പ് ഫൂക്ക്, ജസ്റ്റിസ് മിസ്റ്റർ കെ ടി തോമസ്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, കർത്താവ് സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു വർഷം കൂടെ ഈ വലിയ പെരുന്നാൾ ആഘോഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. എന്താണ് ക്രിസ്മസ്? ഓരോ വർഷവും ഇത് ആചരിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴത്തിലേക്ക് നാം ഉളിയിട്ട് നീങ്ങണം. ക്രിസ്മസിനെ സംബന്ധിച്ച് പല കഥകളും ഉപകഥകളും ഉണ്ട്. അതിലൊന്ന് ഇപ്രകാരമാണ്: പരിശുദ്ധ കന്യകമറിയാവും ജോസഫും ശിശുവായ യേശുവും കൂടെ നസ്രത്തിൽ വന്ന് താമസിക്കുന്നു. സുന്ദരനായ ഈ കുട്ടിയെ കണ്ട് നസ്രത്തിലെ കുട്ടികളെല്ലാം ചേർന്ന് വന്നു. അവൾ മറിയമ്മനോട് ചോദിച്ചു, എന്താണ് ഈ കുട്ടിയുടെ പേര്? അപ്പോൾ കന്യകമറിയാം അവരോട് പറഞ്ഞു, അതിരിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാനായിട്ടുണ്ടോ? ഡു യു ഹാവ് എനി നെയിം ടു ഗീവ് ടു ദിസ് ക്യൂട്ട് ചൈൽഡ്? അപ്പോൾ ഒരുവൻ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇവനെ ഏലിയാവെന്ന് വിളിക്കാം. ധീരനായ ഒരു നേതാവിനെ ഇന്ന് നമുക്ക് ആവശ്യം. അഹാബിനെ പോലുള്ള രാജാക്കന്മാരെ വെല്ലുവിളിക്കുന്നവരെ ഇന്ന് നമുക്ക് ആവശ്യം. നമുക്കിവന് ഏലിയാവെന്ന് പേരിടാം. കന്യകമറിയാം ഒന്നും മിണ്ടിയില്ല. അടുത്തവൻ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഈ കുട്ടിക്ക് ഇരമ്യാവെന്ന് പേരിടാം. ഉടനെ തന്നെ അവൻ പറയുകയാണ്, കരയുന്ന പ്രവാചകന്മാരും പുരോഹിതന്മാരും നമുക്കില്ലാത്ത ഒരു കാലമാണിത്. കരയുന്ന പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും നമുക്ക് ആവശ്യം. നമുക്ക് ഈ കുട്ടിക്ക് ഇരമ്യാവെന്ന് പേരിടാം. മറ്റൊരുവൻ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, അല്ലല്ല, സ്നാപക യോഹന്നാൻ എന്ന് പേരിടണം. ഹെരോദ രാജാവിനെ വെല്ലുവിളിച്ച് ധർമ്മത്തിനും നീതിക്കും വേണ്ടി നിന്ന ഒരുവൻ, അവനെപ്പോലെ ഒരുവനെ ഈ നാളിന് ആവശ്യം. കന്യകമറിയാൻ പറഞ്ഞു, 3 പേരും നല്ലതാണ്, എന്നാൽ എനിക്കൊരു പേര് ദൈവം തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ചോദിച്ചു, എന്താണ് ഈ പേര്? അപ്പോൾ കന്യകമറിയാം യേശു കുഞ്ഞിനെ ഒക്കത്ത് വെച്ചിട്ട് പറഞ്ഞു, ദിസ് ഈസ് എ വൺ ഹൂം യു ആർ സീക്കിംഗ് ഫോർ. ഇവന് വേണ്ടിയാണ് നിങ്ങൾ നോക്കിയിരുന്നത്. ദൈവം എന്നോട് പറഞ്ഞു, ഇവന് പേരിടണം യേശു, ജീസസ്. പാപങ്ങളിൽ നിന്ന് മനുഷ്യജാതിയെ രക്ഷിക്കുന്നവൻ. ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമല്ല, സകല ജാതികളുടെയും ദൈവമായിട്ട് ദൈവം നമുക്ക് വേണ്ടി അയച്ചു തന്നിരിക്കുന്നു യേശു. എൻ്റെ ഒരു ചിന്ത, പരിശുദ്ധ കന്യകമറിയാമിനെ പോലെ ഇന്ന് തിരുസഭ ഈ യേശുവിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ലോകത്തോട് പറയണം, ഇവന് വേണ്ടിയാണ് നിങ്ങൾ നോക്കിയിരുന്നത്. ഇതാണവൻ, യേശു, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ, മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. അതുകൊണ്ട് ഈ രക്ഷകനെ ഓരോ പ്രാവശ്യവും നാം അത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ലോർഡ്, വി താങ്ക് യു ഫോർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന് വേണ്ടി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിപ്പാൻ വേണ്ടി ദൈവത്തിൻ്റെ സമ്മാനമായി ഈ ലോകത്തിലേക്ക് അവതരിച്ചിരിക്കുന്നു. ഈ അരുമയായ ഓമന ശിശുവിനെ കണ്ട് വണങ്ങി നമുക്കും അനുഗ്രഹം പ്രാപിച്ച് മോക്ഷം പ്രാപിപ്പാൻ തക്കവണ്ണം ഈ വർഷത്തെ ക്രിസ്മസ് ആചരണം മുഖാന്തരമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും.